ഷിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൻ്റെ 45 മുതൽ 48 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോനാഥൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നിട്ട് ദേവാലയം കച്ചവട സ്ഥലമാക്കിയവരെ മുഴുവനും അടിച്ചു പുറത്താക്കിയിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു, എന്നാൽ നിങ്ങൾ അവയെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. കർത്താവ് ശക്തമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ ഉയരേണ്ട ഇടമാണ് ദേവാലയം. മനുഷ്യൻ്റെ പ്രാർത്ഥനകളിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന ഇടമാണ് ദേവാലയം. മനുഷ്യൻ്റെ കണ്ണുനീരും വേദനകളും മനുഷ്യൻ സമർപ്പിക്കുമ്പോൾ അവൻ്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വന്ന് അവരുടെ കണ്ണുനീരും വേദനകളും ഏറ്റെടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന ഇടം. ആ ഇടത്തെയാണ് കച്ചവട സ്ഥലമാക്കി മാറ്റിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പ്രാർത്ഥനാലയമായിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി, തിന്മ, ദുഷ്ടത, അഹങ്കാരം, ക്ലേശപാപങ്ങൾ പാടില്ല. ഈ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരണം. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകളിലേക്ക് ദൈവം ഇറങ്ങി വരണമെങ്കിൽ, നമ്മുടെ കണ്ണുനീരും വേദനകളും ഈശോ ഏറ്റെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥന ഉയരണം, വിശുദ്ധി നിലനിൽക്കണം. അശുദ്ധമായതൊക്കെയും ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. ഇന്നിൻ്റെ ജീവിതത്തിൽ പരിശോധിക്കുക. നിൻ്റെ ജീവിതത്തിൽ അശുദ്ധിയുണ്ടോ, തിന്മയുണ്ടോ, ദുഷ്ടതയുണ്ടോ? ഉണ്ട് എങ്കിൽ അവയെ മാറ്റിയിട്ട് നീ പ്രാർത്ഥിക്കുക. നിൻ്റെ പ്രാർത്ഥനകളിലേക്ക് ദൈവം ഇറങ്ങി വരും. നിൻ്റെ കണ്ണുനീരിലേക്ക് ദൈവം ഇറങ്ങി വരും. നിൻ്റെ ഇല്ലായ്മകളിലേക്ക് ദൈവം ഇറങ്ങി വരും. ഈ ഒരു ചിന്ത മനസ്സിൽ ഇന്ന് സൂക്ഷിക്കാം. എൻ്റെ പ്രാർത്ഥനകൾ ഉയരേണ്ട ജീവിതമാണ് എൻ്റെ ജീവിതം. എൻ്റെ പ്രാർത്ഥനകളിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ എൻ്റെ ജീവിതം പരമ പരിശുദ്ധമായിരിക്കണം. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് അപേക്ഷിച്ച് ഈ ദിവസത്തെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നിവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഈ ദിവസത്തെ ഇവരുടെ ജീവിതത്തിൽ നിന്ന്, അധ്വാനങ്ങളിൽ നിന്ന്, പഠനങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.